ഷാർപ്പ് 7:30 ബസ് വരുമെന്ന വെപ്രാളത്തിൽ നേരത്തെ ചാടി ഇറങ്ങിയതാ. ടൗണിലെത്തിയപ്പോൾ ബസ്സും ഇല്ല, ബാക്കിയുള്ളവരും ഇല്ല. അങ്ങനെ അരമണിക്കൂർ കാത്തിരുന്ന് അവസാനം ബസ് വന്നു. ഇരിക്കലും എൻജോയ് ചെയ്യലും അവിടെ എത്തലുമെല്ലാം ഒറ്റ സെക്കൻഡ് പോലെയായിരുന്നു. കാസർകോട്ടെ മൂന്നാട് തന്നെയുള്ള സാൻഡൽ മിസ്റ്റ് റിസോർട്ടിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. 9:30 മുമ്പേ തന്നെ അവിടെ എത്തിയത് കൊണ്ട് ചുറ്റുമുള്ളതൊക്കെ വീക്ഷിച്ചു. നല്ല അടിപൊളി ആംബിയൻസ്. സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് അറിയുന്നത്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. നല്ല സ്റ്റേജും വിശാലമായി ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെയുണ്ട്. വെള്ളം കണ്ടപ്പോൾ കുട്ടികൾക്ക് അതിലേക്ക് ചാടാൻ മുട്ടി നിൽക്കുവാൻ. അതൊക്കെ ഉച്ച കഴിഞ്ഞാവാമെന്നും പറഞ്ഞ് നമ്മൾ വന്ന കാര്യത്തിൽ കടക്കാമെന്നായി. ഞങ്ങളുടെ ഗെയിംസ് തുടങ്ങി. മ്യൂസിക്കൽ ചെയറില്ലാതെ എന്ത് ഫാമിലി മീറ്റ്? ഏത് ഗെയിംസ് ഒഴിവാക്കിയാലും അതില്ലാതെ കളിയേ ഇല്ല. പിന്നാലെ ആക്ഷൻ ഗെയിമും ബലൂൺ പൊട്ടിക്കലും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു ബ്രേക്ക് എടുത്തു. എല്ലാവരും ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സ്റ്റാഫ് എല്ലാം സെറ്റാക്കി ഭക്ഷണം വിളമ്പി തന്നു. ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും സലാഡും കച്ചമ്പറും അച്ചാറും സൂപ്പും കൂടെ നല്ല ഐസ്ക്രീമും. ഭക്ഷണം കഴിച്ചപ്പോൾ ഒന്ന് വിശ്രമിച്ചാലോ എന്ന് തോന്നിപ്പോയി. പിന്നെന്തിനാ ഇത്രയും പ്ലാൻ ഉണ്ടാക്കി വന്നത് എന്ന മട്ടിൽ ഭക്ഷണം ദഹിക്കാൻ നടക്കാൻ ഇറങ്ങിയതും പുതുസു പുഴുവിനെയൊക്കെ കാണുന്നുണ്ട്. പ്രകൃതി ഭംഗി കണ്ടാലും മതി വരില്ലെങ്കിലും നമ്മളിവിടെ പ്രകൃതി ഭംഗി മാത്രം കാണാനല്ലല്ലോ വന്നത്. ഇറങ്ങി ടർഫും കണ്ട് തിരിച്ചു കയറുമ്പോ പഠിച്ചോനെ ഇതെങ്ങനെ കയറുമെന്നായി. എങ്ങനെയൊക്കെയോ മേലെ എത്തിയപ്പോ സ്വിമ്മിംഗ് ഭ്രാന്തന്മാർ വെള്ളത്തിലേക്ക് ചാടി കളിക്കുന്നു. വെള്ളം കണ്ടാ പിന്നെ പെട്ടത് തന്നെ. ബാക്കിയുള്ള ഗെയിംസ് ഒക്കെ പിന്നെ വെള്ളത്തിലായി. അവസാനം ഫോണൊക്കെ മാറ്റിവെച്ച് ഓരോരുത്തരായി വെള്ളത്തിലിറങ്ങി പൂൾ ഒരു ഹാൻഡ്ബോൾ കോർട്ടാക്കി മാറ്റി. ചായക്ക് ടൈമായെന്ന് സ്റ്റാഫ് വന്ന് ഓർമ്മിപ്പിച്ചതും അതേ കോലത്തിൽ തന്നെ എല്ലാവരും ചായയും കടിയും കഴിക്കാൻ പോയി. കുശലം പറഞ്ഞും തളർന്നും ചായ കുടിച്ച് സൈഡായി. പിന്നെ എല്ലാവരും ഫ്രഷായി വന്ന് ഗിഫ്റ്റ് വാങ്ങാനുള്ള ആവേശമാണ്. പോകാനുള്ള മുന്നറിയിപ്പ് കിട്ടിയതോടെ പെട്ടിയും ഭാണ്ഡവും എടുത്ത് പുറത്തിറങ്ങി ഓരോ റീൽസിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകളിലേക്ക് കടന്നു. അവസാനം ഒരു കിടിലൻ ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് നിസ്കാരവും കഴിഞ്ഞ് ബസ്സിലേക്കുള്ള ആ മനോഹരമായ വഴിയിലൂടെ എല്ലാവരും കൂടി കൊട്ടിക്കലാശത്തോടെ തുള്ളിച്ചാടി ഇറങ്ങി. 1 മണിക്കൂർ തികച്ചില്ലാത്ത ബസ് യാത്രകൾ, ഒരു ദിവസം തികച്ചില്ലാത്ത ഒത്തുകൂടൽ. നാട്ടിലെത്തിയാൽ ഒരു ജീവിതകാലം മുഴുവൻ ഓർത്തിച്ചിരിക്കാൻ പറ്റുന്ന അത്രയും നല്ല ഓർമ്മകളുമായാണ് ഞങ്ങൾ പിരിഞ്ഞത്. വർഷത്തിലൊരിക്കൽ ഇങ്ങനെയൊരു കുടുംബസംഗമം എന്തുകൊണ്ടും അനിവാര്യം തന്നെയാണ്. കുടുംബത്തോടൊപ്പം ഇനിയും ഒരുപാട് ഒത്തുകൂടൽ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു.